ICU വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നത്. എന്റെ അച്ഛൻ കണ്ടൊന്നല്ല, അത് ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ, അതൊരു സത്യമാണ്. പിന്നില്ലേ ICU വെച്ചാണ് ഞാനത് പറഞ്ഞ എപ്പോഴും ICU. അച്ഛന് വയ്യാണ്ട് കിടക്കുമ്പോഴാണോ അച്ഛൻ വിവാഹം നിശ്ചയിച്ചത് അല്ലെ? ഓക്കെ. അപ്പൊ ആ ടൈമില് ജോയി ചേട്ടന്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞു. പിന്നെ ചേച്ചിനെ ഇത്ര ഇപ്പോഴും ഹാപ്പി ആയിട്ട് കാണണമെങ്കിൽ ആ ഒരു വ്യക്തി നമുക്ക് പറയാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആളുടെ ഒരു ഇമ്പാക്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു ആ ടൈമിൽ നോക്കിയിരുന്നത്. കാരണം ആ ടൈമിൽ നമുക്ക് ഇമോഷൻസ് ഭയങ്കരാവും. അപ്പൊ നമ്മളെ അത്രയും ടേക്കൺ കെയർ ചെയ്താലാണ് ചേച്ചി ഇപ്പൊ ഇരിക്കുന്ന ഈ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജോയി ചേട്ടനെ പറ്റി പറയൂ. ഇപ്പം മോള് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് നോക്കട്ടെ. അറിയാത്ത കാര്യങ്ങൾ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ജോയിച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിലേ, ജോയിച്ചേട്ടൻ ഒരു അസാധ്യ കീബോർഡിസ്റ്റ് ആയിരുന്നു. ആയിരുന്നു അല്ല ആണ്. എന്താ പറയാ, ഉണ്ണിച്ചേട്ടൻ, മാർക്കോസ് ചേട്ടൻ അവരോടൊപ്പം ഒക്കെ ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്ത ആളാണ്, കീബോർഡിസ്റ്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുബായിക്ക് പോകുന്നത് ചേട്ടൻ. ദുബായി പോയി കുറച്ച് കഴിഞ്ഞ പിന്നെ